വയനാട് ഉരുൾപൊട്ടലിൽ ചിതറിപ്പോയി തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ അല്പസമയത്തിനകം സംസ്കരിക്കും. പുത്തുമലയിൽ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സജോ ദേവസി ഇപ്പോൾ പുത്തുമലയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, വൈകാതെ തന്നെ മൃതദേഹങ്ങളുടെ രണ്ടാം ഘട്ട സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. പുത്തുമലയിൽ പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം 8 പേരുടെ, അതായത് തിരിച്ചറിയപ്പെടാതെ പോയ, മേൽവിലാസം നഷ്ടമായ, ആരും അവകാശികളില്ലാതെ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ പോയ ആ മൃതദേഹങ്ങളാണ്. അവരുടെ മേൽവിലാസം എന്നത് ഇപ്പോഴൊരു നമ്പർ മാത്രമാണ്. DNA പ്രൊഫൈലിങ്ങിന് വേണ്ടി ശേഖരിച്ച് രേഖപ്പെടുത്തിയ നമ്പർ മാത്രമാണ് ഇപ്പോൾ അവരുടെ മേൽവിലാസം. അങ്ങനെ ഈ ദുരന്തം വിഴുങ്ങിയ, അതിൽ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർക്കാണ് ഇവിടെ അന്ത്യവിശ്രമം, നിത്യനിദ്ര ഒരുങ്ങുക. പുത്തുമല എന്നത് ഒരു സങ്കടത്തിന് മീതെ മറ്റൊരു സങ്കടമാണ്. പുത്തുമലയിൽ യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടിയതാണ് 2019. അന്നും കുറേ മനുഷ്യർ ഒഴുകിപ്പോയതാണ്, പിന്നീട് കുറേ പേർ ഒഴിഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു ഭൂമിയാണ് ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയാണ്. 64 സെൻറ്റ് സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്ത് അത് ഈ മനുഷ്യർക്ക് നിത്യനിദ്രയ്ക്ക് ഏറ്റവും ആദരപൂർവ്വം, ഏറ്റവും നീതിപൂർവകമായൊരു വിട നൽകലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 190 കുഴിമാടങ്ങളാണ് യഥാർത്ഥത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു 10 കുഴിമാടങ്ങൾ കൂടി തയ്യാറാക്കും. അങ്ങനെ വരുമ്പോൾ 200 കുഴിമാടങ്ങളാകും. ഇന്നലെ അടക്കിയ 8 കുടീരങ്ങൾ കൂടി കണക്ക് കൂട്ടിയാൽ 208ലേക്ക് ആ സംഖ്യ എത്തും. അത് നമ്മെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്ന് മാത്രമല്ല, തിരിച്ചറിയപ്പെടാതെ പോവുക. ഇവിടെ ധാരാളം മനുഷ്യരെ ഇപ്പോഴും ഇന്നലെയും ഒക്കെ ധാരാളം മനുഷ്യരെ കണ്ടു. ഇന്നലെ അടക്കിയ കുടീരങ്ങൾക്ക് ഒക്കെ അടുത്ത് പല മനുഷ്യരും, ആ നാട്ടിലെയും അവരുടെ ബന്ധുക്കളും, അതായത് ഈ ദുരിതം പെയ്തിറങ്ങിയ സ്ഥലത്ത് ചൂരൽമലയിൽ നിന്നും, മുണ്ടക്കയിൽ നിന്നും, അങ്ങനെ അട്ടമലയിൽ നിന്നും, പുഞ്ചിരിമട്ടത്തു നിന്ന് അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ, അവരുടെ ബന്ധുക്കൾ ഒക്കെ ഇവിടെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള വളരെ വൈകാരികമായ മുറിവുകൾ പകരുന്ന അനുഭവങ്ങൾ കൂടി ഇവിടെ നിന്ന് ഉണ്ട്. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്ക് കൂടി നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന 30 മൃതദേഹങ്ങൾ എന്ന നിലയ്ക്ക് പരിഗണിക്കാവുന്ന 30 മൃതദേഹങ്ങൾ, 168 ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ഇവിടെ സംസ്കാരത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോവുക. അതിൽ ആദ്യ ഘട്ടത്തിൽ 14 മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതായത് മേപ്പാടി CHC-യിലെ താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുള്ള മോർച്ചറിയിലാണ് മൃതദേഹങ്ങളുള്ളത്. രണ്ടാം ഘട്ടത്തിൽ 16 മൃതദേഹങ്ങൾ എത്തിക്കും. തുടർന്ന് അങ്ങോട്ടേക്ക് ശരീരഭാഗങ്ങളാണ്. നടപടിക്രമങ്ങൾ, അതായത് പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് പരമാവധി വേഗത്തിൽ, അതായത് ഈ പ്രദേശം ഇതൊരു പുതുമണ്ണാണ്, ഇങ്ങോട്ടേക്ക് മണ്ണ് ഉരുളുപൊട്ടി എത്തിയ മണ്ണാണ്, അവിടെ ഒരുക്കിയ കുഴിമാടങ്ങളാണ്. കാലാവസ്ഥ ചിലപ്പോൾ പ്രതികൂലമാകാനുള്ള സാധ്യതയടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രതിസന്ധിയൊക്കെ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഡീകമ്പോസ്ഡ് അവസ്ഥയിലുള്ള ഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെയാണ്. വളരെ വേഗത്തിൽ ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. വ്യോമസേന നേരത്തെ തന്നെ അവിടെ രക്ഷാദൗത്യത്തിൽ സജീവമായിരുന്നു. ഒരിക്കൽ കൂടി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തുകയാണ് ചൂരൽമലയിൽ. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ പുത്തുമലയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, തുടരാം. ഉന്മേഷ്, അല്പസമയത്തിനകം തന്നെ ആദ്യ ഘട്ടത്തിലെ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടോ? മേപ്പാടി CHC ആംബുലൻസിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക? ആദ്യഘട്ടത്തിൽ നമ്മൾ 20 ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം എത്ര തന്നെ വരും? 20ഓളം മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ വരും. അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. നമ്മളോടൊപ്പം ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ചേർന്നത്. അതായത് 20ഓളം മൃതദേഹങ്ങൾ തന്നെ ആദ്യഘട്ടത്തിലെത്തും. അവിടെ മേപ്പാടി CHC-യിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേതുപോലെ അധികം വൈകില്ല. കാത്തിരിപ്പിൻ്റെ ദൂരം അത്രത്തോളം ഉണ്ടാകില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഉദ്യോഗസ്ഥരും മാത്രമല്ല ഇവിടെയുള്ളത്. ഈ ദുരന്തത്തിൽ കാണാമറയത്തായിപ്പോയ മനുഷ്യരുടെ അനേകം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, അവരെയൊക്കെ ഇപ്പോഴും അന്വേഷിച്ചും തിരഞ്ഞും നടക്കുന്ന മനുഷ്യർ, അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തതിൻ്റെ മുറിവിൽ, വേദനയിൽ കഴിയുന്ന അനേകം മനുഷ്യർ യഥാർത്ഥത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ അവർ തങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെങ്കിൽ ഒരു സാന്നിധ്യം കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു അന്തിമോപചാരം കൊണ്ടെങ്കിലും ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ യഥാർത്ഥത്തിൽ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 15 കിലോമീറ്റർ ദൂരമുണ്ട്. ദുർഘടമായ പാത താണ്ടി ഇങ്ങോട്ടേക്ക് അവരൊക്കെ എത്തിച്ചേരുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ വേർപെട്ടു പോയി, അവരാരെല്ലാമാണ്, അവർ ഈ കൂട്ടത്തിലുണ്ടോ, അവരുടെ ശരീരങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അവർക്കറിയില്ല. ആ വേദന കൊണ്ട് ആ മനുഷ്യരൊക്കെ
ഒക്കെ ഇവിടെ വന്ന് അന്തിമോചനം അർപ്പിക്കാനായി പലയിടങ്ങളിലായി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രി വൈകിയും അത് തുടർന്നപ്പോഴും ആ കാത്തിരിപ്പ് തുടർന്ന മനുഷ്യരുണ്ട്. ഇന്ന് വീണ്ടും അവരിങ്ങോട്ടേക്ക് തീർത്ഥാടകരെ പോലെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊരു ദുര്യോഗമാണ്. കേരളം ഇതിനു മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഒരു ദുര്യോഗമാണ്. കാരണം ഇങ്ങനെയൊരു കൂട്ടക്കുഴിമാടങ്ങൾ തീർത്ത് പ്രത്യേകമായ സ്ഥലമൊരുക്കിയ ആളുകളെ ഇങ്ങനെ സംസ്കരിക്കേണ്ടി വരുന്നു എന്നത് തന്നെ നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ആ വലിയ ദുരന്തത്തിൽ ആ മേൽവിലാസം എന്ന നീതി പോലും ദുരന്തം നിഷേധിച്ച മനുഷ്യരാണ്. അവർക്ക് ഇനി നൽകാനുള്ള നീതി ഏറ്റവും ആദരവോടുകൂടി സംസ്കാരം ഒരുക്കുക എന്നതാണ്. ഒപ്പം സർവ്വമത പ്രാർത്ഥനയും ക്രമീകരിച്ചിട്ടുണ്ട്. അത് വിവിധ സാമൂഹിക വിഭാഗങ്ങളും സംഘടനകളും ആളുകളും സർവകക്ഷി യോഗത്തിലുമൊക്കെ പറഞ്ഞൊരു കാര്യം. അവരിൽ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്, അത്തരം ചടങ്ങുകൾ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാകും, അവരുടെ ബന്ധുക്കളുണ്ടാകും. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രയാസത്തിനോ പരാതിക്കോ ഇട നൽകാതിരിക്കണം എന്നതാണ്. അതിനുവേണ്ടിയാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പുരോഹിതർ എത്തിയത്. കഴിഞ്ഞ ദിവസം ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ വികാരി, ഒപ്പം മേപ്പാടി മാരിയമ്മൻ കോവിലിലെ അവിടുത്തെ കർമ്മി, ഒപ്പം മേപ്പാടി മഹല്ല് കമ്മിറ്റിയിലെ ഖത്തീബ് ഉൾപ്പെടെ 3 മതവിഭാഗങ്ങളിലെ പുരോഹിതർ പ്രാർത്ഥനകൾ നടത്തി. അങ്ങനെ അത്യന്തം വൈകാരികമായ കാഴ്ചകളാണ് ഈ ദുരന്തഭൂമിയുടെ തൊട്ടടുത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ പുത്തുമല. ഒരു സങ്കട ഓർമ്മയ്ക്ക് മുകളിൽ മറ്റൊരു സങ്കട ഓർമ്മയുടെ അവശേഷിപ്പുകളെ കൂടി നമ്മൾ വയ്ക്കുകയാണ്. അങ്ങനെ ഈ കുഴിമാടങ്ങളിൽ ഒരു നമ്പർ ഇനി എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും തിരിച്ചറിയാനുള്ളൊരു ശാസ്ത്രീയ സാധ്യത കൂടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ പോലും മനുഷ്യരെ നമുക്ക് അടക്കം ചെയ്യേണ്ടി വരുന്നു. അതിന് ഈ മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഇവിടെ വന്നു നിൽക്കുന്നു എന്നതൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മലയാളികളും കേരളവും ഒന്നാകെയും വിട്ടൊഴിഞ്ഞു പോന്നിട്ടില്ല. അങ്ങനെയുള്ള അവരുടെ അടയാളങ്ങൾ, അവരുടെ അവശേഷിക്കുന്ന അടയാളങ്ങൾ കൂടി കൃത്യമായി നീതിപൂർവകമായി സംസ്കരിക്കുക, അങ്ങനെ ആ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കുക എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞു, കുഴിമാടങ്ങൾ ഒരുക്കിയിരിക്കുന്നതിൻ്റെ നമ്പർ തന്നെ നമ്മൾ അത് വീണ്ടും പറയേണ്ടി വരുന്നത് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, എത്ര ആളുകളെ ഇതിനകം ഉരുളെടുത്തു പോയിട്ടുണ്ട്, ആർത്തലച്ച് വന്ന ആ ദുരന്തം എത്ര മനുഷ്യരെ കവർന്നെടുത്തു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ വ്യക്തമായതാണ്. കൃത്യമായ കണക്കുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അതിൽ ഉള്ള മനുഷ്യരാണ്. അങ്ങനെ ആ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ അവർ മേൽവിലാസത്തോടുകൂടി ജീവിച്ചവരാണ്. പരസ്പരം ആ നാട്ടിൽ മതിലുകളില്ലാതെ, വേർതിരിവുകളില്ലാതെ ഒന്നിച്ച് അന്തിയുറങ്ങിയവരാണ്, ഒന്നിച്ച് സ്വപ്നം കണ്ടവരാണ്, ഒന്നിച്ച് അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചവരാണ്, അധ്വാനിച്ചവരാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് നീതി ഉറപ്പാക്കുകയാണ്. അതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ്. മേപ്പാടി പഞ്ചായത്തിനാണ് യഥാർത്ഥത്തിൽ ചുമതല നൽകിയിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുണ്ട്, അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥർക്കും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർക്കും ഒക്കെ ചുമതലയുണ്ട്. 190 കുഴിമാടങ്ങളാണ് നിലവിൽ ഇപ്പോൾ തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് കുഴിമാടങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്. 64 സെൻറ്റിൻ്റെ 2 ഭാഗങ്ങളിലായി. ഒപ്പം ഇത് പൂർത്തീകരിച്ചതിന് ശേഷം 10 കുഴിമാടങ്ങൾ കൂടി ഒരുക്കും. അപ്പോഴേക്കും കുഴിമാടങ്ങളുടെ എണ്ണം മാത്രം 208 ആകും. കഴിഞ്ഞ ദിവസം സംസ്കരിച്ചവരുടേത് ഉൾപ്പെടെ 208 ആകും എന്നതാണ്. അങ്ങനെ ആ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഒരു നിമിഷം സജു, ആംബുലൻസുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് തേടിയതിനു ശേഷം സജുവിലേക്ക് എത്താം. സജു തുടരൂ. ഇപ്പോൾ ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, ഇപ്പോൾ എത്ര ആംബുലൻസുകളാണ് ഇങ്ങോട്ടേക്ക് പുത്തുമലയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള വിവരങ്ങൾ ഷഹദ്? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഇവിടെ നിന്നും ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. 16 മൃതദേഹങ്ങളാണ് ഈ ഞാൻ നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും അതായത് ഇനി കുറച്ച് 3 മൃതദേഹങ്ങൾ കൂടി കൊണ്ടുപോകാനുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു മൃതദേഹം കൂടി ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം പുതുതായിട്ട് ഒരു മൃതദേഹം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മൃതദേഹം കൂടി ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അച്ചോ, ഇവിടുത്തെ പള്ളിയുടെ പ്രതിനിധികൾ? അതെ, ഞാൻ ഇവിടുത്തെ പള്ളിയുടെ വികാരിയാണ്. ബേസിലച്ചനെ ഇവിടുത്തെ ക്യാമ്പിൻ്റെ ചുമതലയായിട്ട് തിരുമേനി ഏൽപ്പിച്ചേക്കുന്നതാണ്. ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് വന്നേക്കുന്നത്. ഈ മൃതദേഹങ്ങൾ കയറി കാണാൻ സാധിച്ചു. ഞങ്ങൾ അന്നത്തെ ദിവസം മുതൽ ഹോസ്പിറ്റലിലും ക്യാമ്പുകളിലും ഇവിടെ ഇപ്പം മൊബൈൽ മോർച്ചറി വന്നപ്പോൾ അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പലതരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവരെല്ലാവരും ഒരുമിച്ച് അടക്കുവാൻ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഒരുമിച്ച് വന്നതാണ്. ഈ ദേവാലയത്തിൻ്റെ മുൻപിൽ കൂടെ പോയിരിക്കുന്ന ആ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് വീണ്ടും ഒരിടത്തേക്ക് അവരെ കബറടക്കാനായിട്ട് കൊണ്ടുപോവുകയാണല്ലോ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഇവിടെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടി ഇന്നലെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു. ഇപ്പോഴും അവരുടെ മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് അവരെ ആദരവോടുകൂടെ യാത്ര അയക്കാനായിട്ട് വന്നിരുന്നത്.
ഈ 16 പേരുടെ മൃതദേഹമാണ് കൊണ്ടുപോയത്. അതിലൊരു പക്ഷേ നിങ്ങളുടെ പള്ളിയിലെ ഇടവകയിലുള്ള ആളുകളുണ്ടാവും, അല്ലാത്ത ആളുകളുണ്ടാവും, നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ആളുകളുണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഉദ്ദേശത്തോടെ. അതെ അതെ, പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കുക എന്നുള്ള ഉദ്ദേശം. പിന്നെ അതുപോലെ ആരും ഇല്ലാതെ ആരും മടങ്ങരുത്. ഇവരും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. എല്ലാവർക്കും മരണാനന്തര ചടങ്ങ് ഒരു വലിയ കാര്യമാണ്. നല്ലൊരു യാത്രയപ്പോൾ എല്ലാവർക്കും വലിയൊരു കാര്യമാണ്. അതിലൊരാരും കുറവുണ്ടാകരുത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാനും പ്രാർത്ഥിക്കാനായിട്ട് നിന്നത്. ഇത്തരത്തിൽ ഉന്മേഷ ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ